ഇന്നലെ 23-ാം തീയതി ഹീറോയുടെ മാവറിക്കിൻ്റെ ലോഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ അവർ ലോഞ്ച് ചെയ്ത മാവറിക്കിൻ്റെ കൂട്ടത്തിൽ മറ്റ് 2 ബൈക്കുകളൂടെ അവർ ലോഞ്ച് ചെയ്തു. ആദ്യത്തെ ലോഞ്ച് നടന്ന ഇതാണ് കേട്ടോ. ഇതൊരു കൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒരു കളക്ടേഴ്സ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതിനെ പ്രസൻറ്റ് ചെയ്തത്. അതായത് നമ്മുടെ കരിസ്മേനെ ബേസ് ചെയ്തുള്ള ഒരു ഡിസൈൻ്റെ മോഡലാണ്. അത് നേക്കഡ് എന്ന് പറയാൻ പറ്റില്ല, ഹാഫ് നേക്കഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ എന്തായാലും രൂപഭംഗി കൊണ്ടും ആ ഒരു ഡിസൈൻ കൊണ്ടും മൊത്തത്തിലൊരു ആകർഷണീയമായ ഒരു ലുക്ക് തന്നെയായിരുന്നു കേട്ടോ. അവരുടെ ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ ശ്രദ്ധിച്ചാണ്, പുതിയതായിട്ട് കരിസ്മയിൽ വന്നിരിക്കുന്ന DRL ഉള്ള ഹെഡ്ലൈറ്റ് അവരൊരു കോമൺ ഒരു തിരിച്ചറിയാനുള്ള ഒരു ഐഡൻറ്റിറ്റി പോലെ, കോമൺ ഐഡൻറ്റിറ്റി പോലെ ഇപ്പം എല്ലാ ബൈക്കുകളിലേക്കും കൊണ്ടുവരാനുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നു. കാരണം 125 എക്സ്ട്രീം അവർ ലോഞ്ച് ചെയ്തതിന് ശേഷം അതിലും ഈ ഒരു പാറ്റേണിലുള്ള ഒരു ഹെഡ്ലൈറ്റാണ് അവർ എത്തിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ അത്തരം ഒരു പാറ്റേൺ തുടരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാറ്റയുടെ ഇൻഡിക്ക വണ്ടി വന്നതിന് ശേഷം പിന്നെ വന്ന വണ്ടികളെല്ലാം ഇൻഡിക്കയുടെ ഫേസിലേക്കായിരുന്നു വന്നത്, ഈവൻ ആര്യ വരെ. അതിനുശേഷം ഇപ്പം നെക്സൺ വന്നു, അല്ലെങ്കിൽ ഹാരിയർ ഒരു ഹിറ്റ് ആയതോടുകൂടി ഇപ്പോൾ വരുന്ന വണ്ടികളെല്ലാം ആ ഒരു ഫേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ മറ്റൊന്ന് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ രണ്ടാമത് ലോഞ്ച് ചെയ്ത ഒരു 125cc എക്സ്ട്രീമാണ് കേട്ടോ. എക്സ്ട്രീമിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഹെഡ്ലൈറ്റിലും ആ ഒരു ഡിസൈൻ അഴക് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 3 സൈഡിലേക്ക് കറങ്ങി നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ്. അതായത് നമ്മുടെ ടാറ്റയുടെ ആൾട്രോസിൻ്റെ അല്ലെങ്കിൽ ടാറ്റയുടെ ചില വണ്ടികളിലുള്ള ഹെഡ്ലൈറ്റ് പോലെയുള്ള ഒരു ഡിസൈൻ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഒരു മുഖമുദ്ര പോലെ, ഒരു ഐഡൻറ്റിറ്റി പോലെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനാണെന്ന് തോന്നുന്നു ആ ഹെഡ് ലാമ്പ് തന്നെ. എന്തായാലും ഈ നമ്മുടെ ഈ കരിസ്മയുടെ ഫേസ് വന്നിരിക്കുന്ന അതിന് ഒരു പേരൊന്നും ഇട്ടിട്ടില്ല, അവരൊരു കളക്ടേഴ്സ് എഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള ലോഞ്ചൊക്കെ പിന്നീടായിരിക്കും ഡീറ്റെയിൽസും ബാക്കി പ്രൈസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ അവർ രണ്ടാമത് ലോഞ്ച് ചെയ്തത് എക്സ്ട്രീമിൻ്റെ 125cc ബൈക്കാണ് കേട്ടോ. അപ്പോൾ 125cc സെഗ്മെൻറ്റിൽ ആദ്യത്തെ പ്രീമിയം ബൈക്കായിരിക്കും ചിലപ്പോൾ എക്സ്ട്രീം 125R എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അതായത് സിംഗിൾ ചാനൽ ABS ഇല്ലാത്ത മോഡലിൽ 2 വേരിയൻസ് ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്തത്. ABS ഇല്ലാത്ത മോഡലിന് 95,000 ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ABSോടുകൂടി വരുമ്പോഴത്തേക്കും 99.5 വരുന്ന രീതിയിൽ പ്രൈസ് ചെയ്തിട്ടാണ് അവർ 2 വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹീറോ ഹോണ്ടനെ അല്ലെങ്കിൽ ഹീറോയെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം, പഴയ കാലത്തെ ഹീറോ ഹോണ്ട CD100 തൊട്ട് നമ്മൾ കാണുന്നതാണ്. 100SS പിന്നെ CD ഡോൺ ആയി. അങ്ങനെ ഹീറോ ഹോണ്ട എന്ന് പറയുന്നത് ഹോണ്ടയുമായിട്ട് വെഞ്ചർ ചെയ്ത് വന്ന ഒരു കമ്പനിയാണ്. അതിനുശേഷം സ്വന്തമായിട്ട് അവർ ഹീറോ എന്ന ബ്രാൻഡിലേക്ക് മാറുകയും ഹോണ്ട സെപ്പറേറ്റായി മാറുകയും അങ്ങനെ ഇത് മൈലേജ് രാജാക്കന്മാരായ സ്പ്ലെൻഡറും പാഷനും ഗ്ലാമറും അങ്ങനെയുള്ള ഒത്തിരി വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർ പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓഫ് റോഡ് സെഗ്മെൻറ്റിലെ അഡ്വഞ്ചറസ് മോഡൽ നമ്മുടെ ഇമ്പൾസ് എക്സ്പൾസൊക്കെ വന്ന്, എക്സ്പൾസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. അതിൻ്റെ അടുത്ത വേർഷൻ ഈ 440cc വരാനിരിക്കുന്നതാണ്. അടുത്ത ലോഞ്ച് അതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 440cc നമ്മുടെ അതിനിടയിൽ ഈ ഹീറോ ഹോണ്ട എന്ന് പറയുന്നത് സെപ്പറേറ്റായി ഹീറോ തന്നെ ആയതിനു ശേഷം ഹാർലിയുമായിട്ട് ചേർന്നിട്ട് അവർ X440 കൊണ്ടുവന്നിരുന്നു. X440 അത്രയ്ക്ക് അങ്ങോട്ടൊരു വിജയമായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷേ ആ എൻജിൻ വെച്ചുകൊണ്ട് അവരിനി ഒരു മുന്നോട്ടുള്ള യാത്രകൾ പോകാൻ പോകുന്നത്. അതായത് 450cc വരുന്ന ബൈക്കുകളുടെ ആ ഒരു ശ്രേണിയിലേക്ക് അവർ പോകാൻ പോകുന്നത് ഈ ഒരു എൻജിൻ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ 440cc X440cc എൻജിൻ എടുത്തുകൊണ്ടാണ് ഈ ഹീറോ മാവറിക് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇപ്പോൾ ഈ എക്സ്ട്രീമിൻ്റെ കാര്യമാണ്. 125cc പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ സെഗ്മെൻറ്റിലെ ആദ്യത്തെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്ട്രീം ആണെന്നാണ് പറയുന്നത്. നല്ല അത് തന്നെയാണ് വരുന്നത്. ടയർ സൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ എൻജിൻ സ്പെക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ 125cc സെഗ്മെൻറ്റിലേക്ക് വരുന്ന ഈ ഒരു ലുക്കുള്ള പ്രീമിയം ഒരു ലുക്കിൽ വരുന്ന ഒരു വാഹനം ശരിക്കും നല്ലൊരു ബൈക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ആദ്യത്തെ ബൈക്കായിരിക്കും കേട്ടോ. ഹോണ്ടയിൽ നിന്ന് വരുന്നത് തന്നെയായിരിക്കും ഇത്. എക്സ്ട്രീം 125ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 വേരിയൻസ് ആണ് വരുന്നത്. ABS വരുന്നത്. ABS വേരിയൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 95,000 ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. കൊണ്ടോട് വരുമ്പോഴത്തേക്കും 120 ആ റേഞ്ചിലേക്ക് വരുമായിരിക്കും. ABS സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്, ഡ്യുവൽ ചാനലല്ല. സിംഗിൾ ചാനൽ ABS വരുമ്പോഴത്തേക്ക് 99.5 ആണ് വരുന്നത്. 99,500 ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നു. അതും ഈ ഒരു 5,000 രൂപയുടെ വേരിയേഷനിലായിരിക്കും ഓൺ റോഡിൽ വരാൻ പോകുന്ന ABS ഉള്ള മോഡൽ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ലാഭം ശരിക്കും പറഞ്ഞാൽ ABS ഉള്ള മോഡൽ തന്നെയായിരിക്കും വരുന്നത്. കളേഴ്സ് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ കൊബാൾട്ട് ബ്ലൂ, ഫയർ സ്ട്രോം റെഡ്, സ്റ്റാലിയൻ ബ്ലാക്ക് അങ്ങനെ 3 ഷെയ്ഡുകളിലൊക്കെ ആയിട്ടാണ് വരുന്നത്. 125cc എഞ്ചിനാണ്. 11.43 HP അല്ലെങ്കിൽ 11.4 bhp കരുത്ത് നൽകുന്ന 10.5 Nm വരുന്ന ആ ടോർക്ക് വരുന്ന ആ ഒരു എഞ്ചിനാണ് 125cc എഞ്ചിൻ വരുന്നത്. 10 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. 63 കിലോമീറ്ററാണ് കേട്ടോ മൈലേജ് പറയുന്നത്. അതുപോലെ എയർ കൂൾഡ് ആയിട്ടുള്ള 4 സ്ട്രോക്ക് എഞ്ചിനാണ് ഈ 125cc വരുന്നത്. അലോയ് വീൽസ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ടയർ സൈസ് എന്ന് പറഞ്ഞാൽ 1990യുടെ 17 ഇഞ്ച് ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. റെയറിലേക്ക് വരുമ്പോഴത്തേക്കും 120/80 സെക്ഷൻ്റെ 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസുകളാണ് ബാക്കിലേക്ക് വരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ LED ലാമ്പുകൾ, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലാർജസ്റ്റ് ഡിസ്ക് ബ്രേക്ക് ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഇതിലായിരിക്കും. 276mm ലാർജസ്റ്റ് ഡിസ്ക് ബ്രേക്കാണ് പറയുന്നത്. ഈ സെഗ്മെൻറ്റിൽ തന്നെ അത്ര ഉള്ള ഡിസ്ക് ബ്രേക്ക് ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. അങ്ങനെ ഇപ്പോൾ ടെക്നോളജി കണക്റ്റഡും സ്റ്റൈലും അതുപോലെ സേഫ്റ്റിയും പെർഫോമൻസും എല്ലാം ഒത്തിണക്കിക്കൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു
പുതിയൊരു 125cc പ്രീമിയം എഞ്ചിൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രീമിയം ബൈക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ABSൻ്റെ മോഡൽ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും പുതിയ എഞ്ചിനാണ്, 125യുടെ ഫൈൻ ട്യൂൺ ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. മോണോസോക്ക് സസ്പെൻഷൻ വരുന്ന ഷോവയിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ ഹിമാലയനിലൊക്കെ അതുപോലെ തന്നെ എൻഫീൽഡിൻ്റെ പല വണ്ടികളിലും നമ്മൾ ഷോവയുടെ സസ്പെൻഷൻ കണ്ടിരുന്നു. അവരിൽ നിന്നുള്ള സസ്പെൻഷൻ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ ടയർ, ബാക്കിലെ ടയറിൻ്റെ ഒരു 120/80 സെക്ഷനാണ് വരുന്നത്, വൈഡ് ടയറുകൾ. അപ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടാനും പെർഫോമൻസ് അല്ല സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ LED സെറ്റപ്പ് ആയിട്ടുള്ള ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ് ലാമ്പുകളും ടെയിൽ ലാമ്പുകളും അതുപോലെ ഇൻഡിക്കേറ്ററുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൈലേജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, 63 km/ലിറ്റർ ആണ് വരുന്നത് കേട്ടോ. കളേഴ്സ് ഞാൻ പറഞ്ഞു, 3 കളർ വേരിയൻറ്റുകളാണ് വരുന്നത്. കൊബാൾട്ട് ബ്ലൂ, ഫയർ സ്ട്രോം റെഡ്, അതുപോലെ സ്റ്റാലിയൻ ബ്ലാക്ക്, അങ്ങനെ 3 കളർ വേരിയൻറ്റുകളാണ് ഇത് വരുന്നത്. നല്ല വിലയുള്ള അല്ലെങ്കിൽ നല്ല വാല്യൂ ഒരു ബൈക്കായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഹിമാലയനെ വരെ വീണ്ടും ഡിസൈൻ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അഡ്വഞ്ചർ മോഡലിലേക്ക് 440cc എഞ്ചിൻ വെച്ചുകൊണ്ട് എക്സ്പൾസും അടുത്ത് തന്നെ ലോഞ്ച് ആവാനിരിക്കുന്നത്. അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ സ്പൈഡ് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. വേരിയൻസ് പറയുകയാണെങ്കിൽ 3 വേരിയൻസ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ 5 കളേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് പുതിയതായിട്ട് അവർ കൊണ്ടുവരുന്നത്. 3 കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും ഒരു ആർക്ടിക് വൈറ്റ് എന്ന് പറയുന്ന ഒരു ബേസ് വേരിയൻറ്റ് കളറാണ് വരുന്നത്. അതുപോലെ തന്നെ മിഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഫിയർലെസ് റെഡ് എന്ന് പറയുന്നൊരു കളറും അതുപോലെ സെലസ്റ്റിയൽ ബ്ലൂ എന്ന് പറയുന്ന മറ്റൊരു കളർ. ഈ 2 കളറുകളും നമ്മൾ മറ്റു പല ബൈക്കുകളിലും കണ്ടുപഴകിയ കളറുകൾ തന്നെയാണ് ബ്ലൂവിൻ്റെ റെഡിൻ്റെയും ആ ഒരു സീരീസ് വരുന്നത്. അതാണ് മിഡ് വേരിയൻറ്റിൽ വരുന്ന 2 കളറുകളുണ്ട്. അതുപോലെ അടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻ്റാണ് വരുന്നത്. ടോപ്പ് വേരിയൻറ്റ് വരുന്നത് ബ്ലാക്കിൽ മാത്രമാണ്. 2 ബ്ലാക്കാണ് വരുന്നത്. ഒന്ന് ഫാൻറ്റം ബ്ലാക്കും മറ്റൊന്ന് എനിഗ്മ ബ്ലാക്ക് എന്ന് പറയുന്ന 2 വേരിയൻറ്റ് അല്ലെങ്കിൽ 2 കളേഴ്സായിട്ടാണ് ടോപ്പ് വേരിയൻറ്റ് വരുന്നത്. അങ്ങനെ
മൊത്തത്തിൽ 5 കളേഴ്സാണ് വരുന്നത്, 3 വേരിയൻസിനായിട്ട്. ബേസ്, മിഡ്, ടോപ്പ് വേരിയൻറ്റിലായിട്ട് 5 കളേഴ്സാണ് വരുന്നത് കേട്ടോ. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. 27 bhp, 39 ന്യൂട്രൺ മീറ്റർ ടോർക്കുള്ള പഴയ എഞ്ചിൻ തന്നെ. ടോർക്ക് പക്ഷേ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 RPM 90% ടോർക്ക് അച്ചീവ് ചെയ്യാനുള്ള രീതിയിൽ ട്യൂൺ ചെയ്ത് പുതിയ എഞ്ചിനാക്കിയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിനൊക്കെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് പോകാനുള്ള 450 റേഞ്ചിൽ അല്ലെങ്കിൽ 400 റേഞ്ചിൽ CC വരുന്ന ഇവരുടെ ഭാവിയിലേക്കുള്ള ബൈക്കുകളിലൊക്കെ ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് പറയാൻ കേട്ടോ. എന്തായാലും പ്രൈസിൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പ്രൈസ് ലിസ്റ്റൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് സ്പെസിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ, ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻ്റെ ടേബിളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര ഡീറ്റെയിൽസ്. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾ LED ലൈറ്റ്സുകളാണ്, അതായത് ഹെഡ് ലാമ്പുകളും ഇൻഡിക്കേറ്ററുകളാണെങ്കിലും ടെയിൽ ലാമ്പുകളാണെങ്കിലും അങ്ങനെയുള്ള LED ലൈറ്റ്സുകളും, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ LED ആണ് വരുന്നത്. കോൾ, SMS സപ്പോർട്ടുകൾ, അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനെ നിരവധി ആപ്പുകളുമായിട്ടുള്ള കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ അവർ പുറത്ത് വിട്ടിട്ടില്ല. നമ്മൾ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബുക്കിംഗ് അവർ ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എന്തായാലും റേറ്റും അതുപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ബുക്കിംഗ് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ ഡെലിവറി തുടങ്ങാനായിട്ടാണ് ഇപ്പോൾ കമ്പനി ന്യൂസുകൾ പുറത്തു വിട്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ പുതിയ ഡീറ്റെയിൽസ് വരുന്നതനുസരിച്ച് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.